ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒത്തിരി നാളായി അല്ലേ വീഡിയോസ് ഇട്ടിട്ട്. വളരെയധികം സോറി കേട്ടോ. ബിക്കോസ് ഞാൻ ഒരുപാട് ട്രാവലും പിന്നെ ഒത്തിരി കാര്യങ്ങളുടെ ഇടയിലായിപ്പോയി. അപ്പം എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് ഒട്ടും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനീത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് ബൈ പ്രൊഫഷൻ. ആൻഡ് ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് എന്തൊക്കെ സംശയമുണ്ടോ അത് ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ കിട്ടണം. അങ്ങനെ ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നമ്മുടെ കിച്ചൺ തന്നെയാണ്. ബിക്കോസ് അതിൽ നമ്മൾ ഒരുപാട് സമയം അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. 6 to 8 hours നമ്മൾ ബെഡ്റൂമിൽ ചിലവാക്കുന്നെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ. അപ്പം അത് എന്നോട് പല ക്ലയൻസും വന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കൊരു ഡ്രീം കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം. പക്ഷെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് എനിക്ക് അതും വേണം ഇതും വേണം, പല കാര്യങ്ങൾ വേണം. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് സുനിത എന്ന് എപ്പോഴും പറയാറുണ്ട്. കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ പ്ലാനിങ് ആണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അത് തുടക്കം കുറിക്കേണ്ടത് ആ പ്ലാനിങ്ങിൻ്റെ. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വിഷയം. സോ തിങ്സ് ടു കൺസിഡർ ബിഫോർ യു പ്ലാൻ യുവർ കിച്ചൺ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പോരെ. I've been thinking about myself today, thinking how I changed, how I really don't care. പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കിച്ചണിൽ കേട്ടോ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമുക്ക് എന്തൊക്കെ അപ്ലയൻസസ് ആണ് വേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്ലയൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ്, പിന്നെ ഹോബ്, ചിമ്നി, ഡിഷ് വാഷ്, മൈക്രോവേവ്, പിന്നെ മറ്റേ OTG ഓവൻ, വലിയ ഓവൻ, ഇതെല്ലാം അപ്ലയൻസസിൽ വരും. അത് കൂടാതെ വേറെയും കുറേ അപ്ലയൻസസ് ഉണ്ട് കേട്ടോ, ലൈൻഡ് ആണ്. അപ്പം ഞാൻ ലക്ഷറി അപ്ലയൻസസ് എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. സോ നിങ്ങൾ അതും കൂടെ പോയി കാണുക, അപ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അപ്പം ഈ അപ്ലയൻസസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ഒന്നും ആദ്യം തുടക്കത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ നമുക്ക് ചില വീടുകളിൽ നിന്ന് കണ്ടതും ചില പിക്ചേഴ്സ് നിന്ന് കണ്ടതും അതൊക്കെ നമ്മുടെ മൈൻഡിൽ കിടക്കുമായിരിക്കും. സോ നമ്മളത് തൽക്കാലം ആ ഒരു ഐഡിയാസ് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ചിമ്നി വേണം, പിന്നെ നിങ്ങൾക്ക് ഹോബ് വേണം. അപ്പോൾ ഹോബ് നിങ്ങൾക്ക് 2 ബേണർ വേണോ, 3 ബേണർ വേണോ, 4 ബേണർ വേണോ, ആൻഡ് ഈവൻ 5 ബേണേഴ്സിൻ്റെ ഹോബ് വേണോ, പിന്നെ അത് കുക്കിംഗ് റേഞ്ച് ആണോ വേണ്ടത്, ഇതിനെയൊക്കെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കാം. അപ്ലയൻസസിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് വേറെ വരുന്നത് റെഫ്രിജറേറ്റർ. അതായത് ഇപ്പോൾ ഒരു സാധാരണ 3 അടിയുടെയോ 2.5 അടിയുടെ നല്ല വലിയ സൈസിന്റെ ഫ്രിഡ്ജാണോ വേണ്ടത്, അല്ല ഞാൻ അധികം ഫ്രിഡ്ജ് യൂസ് ചെയ്യാത്ത ആളാണെന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രിഡ്ജ് മതിയോ, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ ആരോ വീട്ടിൽ യൂസ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും ചേർന്നിരുന്നിട്ട് അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് അത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് മൈക്രോവേവ്, അത് അഗെയിൻ നിങ്ങൾക്ക് സെൽഫ് സ്റ്റാൻഡിങ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ അത് ഇൻബിൽറ്റ് ആണോ വേണ്ടത്, പിന്നെ അത് കാരണം എനിക്ക് എന്തൊക്കെ യൂസസ് ഉണ്ട്, അങ്ങനെ ഓരോ അപ്ലയൻസസും നിങ്ങൾക്ക് വേണ്ട അപ്ലയൻസസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് എഴുതി മാറ്റി വെച്ചേക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറയും വാട്ടർ പ്യൂരിഫയർ. ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഇന്ത്യയിൽ വാട്ടർ പ്യൂരിഫയർ വെക്കാറുണ്ട്. അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം ഇട്ടേക്കാം. അപ്പം വാട്ടർ പ്യൂരിഫയർ വേണോ വേണ്ടേ, അതിൻ്റെ അത് ഏത് ടൈപ്പിൻ്റെ ആയിരിക്കണം, അണ്ടർ സിങ്ക് ആണോ വേണ്ടത്, ആറോ ആണോ വേണ്ടത്, ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. മൂന്നാമത്തെ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങളിപ്പം കിച്ചൺ എത്ര വലിപ്പമുണ്ട്, ചെറുതാണോ, അതൊന്നും തൽക്കാലം ആലോചിക്കേണ്ട. നിങ്ങൾക്ക് അത് വേണോ വേണ്ടേ. ഇപ്പൊ പലവരും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നന്നായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണമെങ്കിൽ എഴുതിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അത് എന്താണ് അതിൻ്റെ യൂസ്, നമ്മളത് യൂസ് ചെയ്യുമോ, അത് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമാണോ, അല്ല നമുക്ക് എല്ലാവർക്കും ഇരിക്കാനാണോ, അതായത് നമ്മൾ ഡൈനിങ് ടേബിളിന് പകരം രാവിലത്തെ നേരമോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ളൊരു കൗണ്ടർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ സ്റ്റോറേജ് വേണോ അതിൻ്റെ കീഴിൽ, അതൊക്കെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. സോ അതും ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. എൻ്റെ അടുത്ത് വന്ന് പല ക്ലയൻസും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ ഐറ്റംസ് എനിക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്ഥലം വേണം. സോ അപ്പം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ക്യാബിനറ്റ് സാധാരണ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റിന് നിങ്ങൾക്ക് ഷട്ടർ വേണോ വേണ്ടയോ, അത് റോളിംഗ് ഷട്ടർ ആണോ വേണ്ടത്, അല്ല അങ്ങനെ കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വെക്കാനുള്ള താൽക്കാലികമായിട്ട്, അതായത് ഫ്രിഡ്ജിലല്ല, അല്ലാതെ കുക്ക് ചെയ്ത് രാവിലെ വെക്കുന്ന ഐറ്റംസിന് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളതും കൂടി എഴുതുക.
അത് ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷെ അതിന് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് വേണമെങ്കിൽ അതും കൂടി നിങ്ങൾ നാളെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. 5ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ക്രോക്കറി യൂണിറ്റ്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട്, ക്രോക്കറി യൂണിറ്റിന് വേറൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ പലവരും കിച്ചന്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു യൂണിറ്റ് ക്രോക്കറിക്ക് വേണ്ടിയിട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ക്രോക്കറി യൂണിറ്റ് വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾക്ക് എഴുതി വെക്കാം. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് ഞാൻ കാണുന്നത് ഇപ്പം പലവരും വന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് ഒരു ബാർ യൂണിറ്റ്. അതിപ്പം കിച്ചന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്പേസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, വേറെ എവിടെയും സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ സൈഡിലോ അല്ലെങ്കിൽ കിച്ചന്റെ എൻട്രൻസിന്റെ അവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു സ്ലാബ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ബാർ യൂണിറ്റ് സെറ്റ് ചെയ്യാം. പലവരുടെയും വീട്ടിൽ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാർ യൂണിറ്റ് വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. 7ാമത്തത്, നിങ്ങളിപ്പം 7 ഫീറ്റോ 8 ഫീറ്റ് ഹൈറ്റിൽ ക്യാബിനറ്റ് നിർത്തണോ അല്ലെങ്കിൽ ഫുൾ ഹൈറ്റിന് തന്നെ നിങ്ങൾക്ക് ക്യാബിനറ്റ്സ് വേണോ എന്നുള്ളത്. അതായത് ബേസിക്കലി ലോഫ്റ്റും കൂടി വേണോ, മുകളിൽ വരെയും ക്യാബിനറ്റ്സ് വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അതിനോടൊപ്പം ഞാൻ പറയും ലോഫ്റ്റ് പ്ലസ് നിങ്ങൾക്ക് ഫോൾ സീലിംഗ് കൂടി വേണോ എന്ന്. ഫോൾ സീലിംഗ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ അതിൽ ഒരുപാട് കിച്ചണിൽ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഡിസൈൻസ് കൊടുക്കാണ്ട് അത് ഫ്ലാറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സീലിംഗ് നമ്മൾ കുറച്ച് താഴ്ത്തി കൊണ്ടുവരുവാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലൈറ്റിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫോൾ സീലിംഗിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി ഇവിടെ തന്നേക്കാം, നിങ്ങൾ പോയി കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ പ്ലാനിങ്ങിന് അത് സഹായിക്കും. അപ്പോൾ ലോഫ്റ്റ് വേണോ ആൻഡ് ഫോൾ സീലിംഗ് വേണോ, അല്ല ലോഫ്റ്റും ഫോൾ സീലിംഗ് വേണോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കിച്ചണിൽ സ്പേസ് ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടെന്നല്ലേ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാൻട്രി യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ടോൾ യൂണിറ്റ് വേണം, അതിനെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ചിലരുടെ വീട്ടിൽ സ്റ്റോർ റൂം ഉണ്ടായിരിക്കും, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വലിയൊരു പാൻട്രി യൂണിറ്റ് ചിലവാക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ സ്റ്റോർ റൂം ഇല്ലെങ്കിൽ പ്രോബബ്ലി പാൻട്രി യൂണിറ്റ് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോർ റൂം ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനായിട്ട് ഒരു ടോൾ യൂണിറ്റ് ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയും ഒരു കിച്ചൺ ട്രയാങ്കിൾ കൂടി ഫോം ചെയ്യണം. അതായത് അടുപ്പുണ്ടല്ലോ, അപ്പം ഹോബ്, റെഫ്രിജറേറ്റർ ആൻഡ് സിങ്ക്, ഇത് മൂന്നും ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ മോളിൽ നിന്ന് അതിന്റെ ലേ ഔട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്തിരിക്കണം. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി കിച്ചൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അഗെയിൻ അതിന് വലിയ കിച്ചൺ ആണെങ്കിൽ വലിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം കേട്ടോ, അത് പോയി കാണണം. ഞാൻ എല്ലാത്തിനും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണണം എന്ന് പറയുന്ന വ്യൂസിന് വേണ്ടിയിട്ടല്ല. അത് ഇവിടെ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര നീണ്ടു പോകത്തില്ലേ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. 10th പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, കിച്ചൺ സ്റ്റൈൽ എന്തായിരിക്കണം. അപ്പം നമ്മൾ കിച്ചൺ സ്റ്റൈൽ എന്തായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് എനിക്ക് വുഡൻ കിച്ചൺ ആണോ വേണ്ടത്, അല്ലെങ്കിൽ വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഫിനിഷ് ആണോ, മിറർ ഫിനിഷ്, അതായത് മിററിന്റെ അല്ല പക്ഷെ അത്രയും ഒരു മിറർ പോലെ ഇരിക്കുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ആണ് വേണ്ടത്, അല്ല വൈറ്റ് കിച്ചൺ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള പിക്ചേഴ്സോ ഇൻസ്പയർഡ് ആയിട്ടുള്ള റിയൽ കിച്ചൺസ് കണ്ടിട്ടുണ്ടാവില്ല. മേ ബി ഒരു 3-4 ഫിനിഷസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എഴുതി വെക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ലെവൽ ലിസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഡീറ്റെയിൽസ് നിങ്ങൾ കുറിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്ക് ഒരു മൊത്തം കിച്ചന്റെ പ്ലാനിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യത്തില്ല കേട്ടോ. ബിക്കോസ് വേറെയും കുറേ എലിമെന്റ്സ് ഉണ്ട്, മെറ്റീരിയൽ എന്ത് യൂസ് ചെയ്യണം, എന്ത് സ്റ്റൈലാണ്, എന്ത് ഫൈനൽ ഫിനിഷ് എന്തായിരിക്കും, ഹാർഡ്വെയർ എന്ത് യൂസ് ചെയ്യണം, റൈറ്റ്, അങ്ങനെ പിന്നെ കൗണ്ടർ ടോപ്പ്, അതിന്റെ ഫിനിഷസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്ന് വരുമ്പം കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഒരു ഫസ്റ്റ് ലിസ്റ്റ് എന്നുള്ളതിന് നിങ്ങൾക്ക് ഏകദേശം ഇത് എല്ലാവർക്കും ഐഡിയ ഉള്ള ഒരു കാര്യമായിരിക്കും ഈ ഫസ്റ്റ് ലിസ്റ്റിലുള്ളത്. അപ്പം ഇത് തുടക്കമായിക്കോട്ടെ. അപ്പം ഇനീഷ്യൽ എങ്ങനെയാണ് ഒരു കിച്ചൺ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ജിസ്റ്റാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാം നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നുണ്ട്, ആൻഡ് അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. സോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കൂടി എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ്, ബൈ.